കൊല്ലം കുണ്ടറയിൽ ഗുണ്ടാസംഘത്തിന്റെ ആക്രമണം 3 യുവാക്കൾക്ക് വെട്ടേറ്റു. പെരുമ്പുഴ ഉന്നതിയിലെ ജോൺ, ഗോപകുമാർ, അനു ഏലിയാസ് എന്നിവർക്കാണ് പരിക്ക്. ഓട്ടോറിക്ഷയിലും ബൈക്കുകളിലുമായി എത്തി 20ഓളം പേരാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മനോജ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. മനോജ്, ഈ ആക്രമണം നടത്തിയവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? പരിക്കേറ്റവരുടെ നിലയും എങ്ങനെയാണ്? അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ 9-ാം തീയതി രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ പെരുമ്പുഴ ഉന്നതിയിലെ വീടുകളിലേക്ക് ബൈക്കിലെത്തിയ വലിയൊരു സംഘം, അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷയിലും എത്തിയ 20ഓളം പേരാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. വടിവാളൊക്കെ ഉപയോഗിച്ച് ആ പ്രദേശത്ത് വലിയ ഭീതി പരത്തി. അതിനുശേഷമാണ് 3 പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്, വെട്ടേറ്റിരിക്കുന്നത്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജോൺ, ഗോപകുമാർ, അതോടൊപ്പം തന്നെ അനു ഏലിയാസ് എന്നീ യുവാക്കൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കുണ്ടറ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഈ പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കാരണം ഇവർ തമ്മിൽ ഒരു തർക്കമുള്ളതായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘർഷത്തിൻ്റെ പിന്നാലെയാണോ എന്നുള്ളതൊക്കെ പോലീസ് സ്ഥിരീകരിച്ച് വരുന്നുണ്ട്. എന്തായാലും വലിയൊരു ആക്രമണം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. മാരകായുധങ്ങളുമായി വീട് കയറിയായിരുന്നു ഈ ഒരു ആക്രമണം. ആ CCTV ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഓട്ടോയും ബൈക്കുകളും എത്തുന്ന ഒരു 8 ബൈക്കുകളിലായും അതോടൊപ്പം 2 ഓട്ടോറിക്ഷകളും അവിടെ എത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. നാട്ടുകാരെയൊക്കെ ഭീതിയിലാഴ്ത്തിയായിരുന്നു ഈ ഒരു ആക്രമണം നടത്തിയത്. ഈ മാരകായുധങ്ങളൊക്കെ കൊണ്ട് ഈ CCTVയിൽ കൃത്യമായും കാണാൻ സാധിക്കും. കയ്യിൽ മാരകായുധങ്ങളുണ്ട്. വടിവാൾ ഉൾപ്പെടെ കൊണ്ടുവന്നാണ് ഇത്തരത്തിൽ 3 യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്. ഏതായാലും ഗുരുതരമായി പരിക്കേറ്റ ഈ യുവാക്കൾ ചികിത്സയിൽ തന്നെയാണ്. പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഈ പ്രതികൾക്ക് കൊട്ടേഷൻ സംഘവുമായുള്ള ബന്ധം ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നാട്ടുകാരൊക്കെ സ്ഥിരീകരിക്കുന്നത്. ഈ പ്രതികൾ കൊട്ടേഷൻ സംഘത്തിലുള്ളതാണ്. അവരൊക്കെ തന്നെ അത്തരത്തിലൊരു ആക്രമണമാണ് അവിടെ പ്ലാൻ ചെയ്ത് നടത്തിയത്. ആള് മാറിപ്പോയതാണോ എന്നുള്ള ചോദ്യം വരെ ഉയരുന്നുണ്ട്. കാരണം ഈ 3 യുവാക്കളുമായി മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഈ 9 മണി സമയത്ത് രാത്രിയിൽ നടന്നിരിക്കുന്നത്. KP. യെസ്, കൊല്ലത്ത് നിന്നും മനോജാണ് വിവരങ്ങൾ നൽകിയത്.